നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീനും തേങ്ങാക്കൊത്തുമാണ്. വളരെ പഴയ ഒരു ഡിഷാണ്. ആദ്യം തന്നെ ഒരു 200 ഗ്രാം ഉണക്കച്ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ 2 കുടംപുളി കീറി വെള്ളത്തിലിട്ട് വെക്കുക. ഇനി നമുക്ക് മീൻചട്ടി ഒന്ന് ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെക്കാം. അരമുറി തേങ്ങാക്കൊത്ത് തിന്നായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു 10-15 കാന്താരി മുളക് അല്ലെങ്കിൽ ഒരു 5-6 പച്ച നീളമുളക് റെഡിയാക്കി വെക്കുക. ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം തേങ്ങാക്കൊത്ത്, കാന്താരി മുളക്, ചെമ്മീൻ എന്നിവ ചട്ടിയിലേക്ക് ഇടാം. എന്നിട്ട് കുടംപുളി വെള്ളത്തിലിട്ടത് മുഴുവനും ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് വേപ്പിലയും ഇട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ മുളക്, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് എന്നിവയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഫ്ലേവർ വരാനായിട്ട് ഒരു 5 മിനിറ്റ് സിമ്മിലിട്ട് ഒന്ന് ചൂടാക്കാം. അടച്ചു വെച്ചിട്ട് ഒന്ന് ചൂടാക്കാം. അതേസമയം നമുക്കൊരു 3-4 ചുവന്നുള്ളി അരിഞ്ഞത്, പിന്നെ 2 ചുവന്ന മുളക്, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ചട്ടിയിലുള്ളതൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റവിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഈ ഡിഷിന് നമുക്ക് വേണ്ടത് കടുക് വറുത്തിടുകയാണ്. അത് ടേസ്റ്റ് മേക്കേഴ്സാണ്. അതിനായിട്ട് ചീഞ്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. പിന്നെ 2 ടീസ്പൂൺ കടുക് ഇടുക. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മുറിച്ച് വെച്ചേക്കുന്ന ഉള്ളിയും മുളകും പിന്നെ കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ഗോൾഡൻ കളർ വരുമ്പോഴേക്കും അത് എടുക്കാവുന്നതാണ്. എടുത്തതിന് ശേഷം ആ കൂട്ട് മുഴുവനും ആ ചട്ടിയിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. ഇനി ഓപ്പണായിട്ട് തന്നെ വെച്ച് സിമ്മിൽ നല്ല ഫ്ലേവർ സ്മെല്ല് വരുന്നത് വരെ ഒന്ന് ചൂടാക്കുക. ഒരു 2 മിനിറ്റിനുള്ളിൽ സംഭവം റെഡിയാവും. അപ്പം നമ്മുടെ ഉണക്കച്ചെമ്മീനും തേങ്ങാക്കൊത്തും റെഡി ആയിട്ടുണ്ട്. ഇത് ഏറ്റവും നല്ലത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ്. ഉണക്കച്ചെമ്മീൻ തേങ്ങാക്കൊത്തും ഉണ്ട്.